5 വ്യക്തികളെ കൊന്ന തൻ്റെ അനിയനടക്കം 5 ആളുകളെ ക്രൂരമായി ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന അവനെക്കുറിച്ച് അയൽക്കാരും അറിയുന്നവരുമൊക്കെ അത്ഭുതത്തോടെ പറഞ്ഞത്, അവനിതെങ്ങനെ ചെയ്യാൻ പറ്റി? ചിരിച്ചു മാത്രമേ ഞങ്ങൾ അവനെ കാണാറുള്ളൂ, പള്ളിയിലൊക്കെ അവൻ ഉണ്ടാകാറുണ്ട്, എന്താണ് അവന് പറ്റിയത് എന്നറിയില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ, പിന്നീട് ലഹരിയല്ല മദ്യം ഉപയോഗിച്ചിരുന്നു, ഇപ്പം അങ്ങനെ പറയണം, 3 എണ്ണമാണുള്ളത്: രാസലഹരി, ലഹരി, മദ്യം. ഇതിൽ മദ്യത്തിന് വലിയ പ്രശ്നമൊന്നും ഇപ്പം അല്ല. അത് ഭരണതലത്തിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരൊക്കെ ഏകദേശം യോജിച്ച് എത്തിയ ഒരു നിലപാടാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സത്യത്തിൽ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോയിരുന്ന, കുടുംബത്തിലെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ പൊടുന്നനെ എങ്ങനെ 5 പേരെ കൊന്ന ഒരാളായി എന്നത് നമ്മളോട് ചോദിച്ച് ചില സുരക്ഷിതത്വങ്ങൾ സ്വയം ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും ഇങ്ങനെയാകാം. വേറെ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഭവം. താമരശ്ശേരിയിൽ ഒരു പയ്യനെ അടിച്ചു കൊന്നു. കൂടെയുള്ള കൂട്ടുകാരാണ് കൊന്നത്. അവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇന്നലെ എനിക്ക് വാട്സാപ്പിൽ കുറേ ഫോട്ടോസും, ചെറിയ ക്ലാസ് മുതൽ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇന്നലെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. കൊന്നവനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവനും അവർ UP ക്ലാസ്സിൽ ഒന്നിച്ച് അടുത്ത് ചേർന്നിരിക്കുന്ന ക്ലാസ് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു, അടയാളപ്പെടുത്തി കാണിച്ചു തന്നു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇന്നത്തെ ദിവസം പറയാൻ വിചാരിച്ചിരുന്ന ചില വിഷയങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് തോന്നി. യഥാർത്ഥത്തിൽ ആർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. മുന്നിലുള്ളൊരു വിറക് കൊള്ളി വാപ്പയെയോ ഉമ്മയെയോ ഭാര്യയെയോ അയൽക്കാരനെയോ കുടുംബക്കാരൻ്റെയോ ഒക്കെ തലയിൽ ചെന്ന് പതിക്കാം. അല്ലെങ്കിൽ കയ്യിലുള്ള എന്തോ ഒരു സംഭവം അതെടുത്ത് വീശാം, അതിന്മേൽ ഒരാൾ അവസാനിക്കാം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിന് നമ്മൾ ഉണ്ടാക്കിയിട്ട ഹുക്കിൽ നമ്മൾ വാങ്ങിയ ഒരു കയറ് കുരുക്കി നമ്മൾ അവസാനിക്കാം. ഇതിലൊന്നും ഒരാളും സുരക്ഷിതരല്ല എന്നാണ് ഞാൻ പറയുന്നത്. മുന്നിലൂടെ കടന്നു പോകുന്ന വാർത്തകളും വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ള ബോധ്യം അതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചില വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കണം. എന്താണ് സുരക്ഷിതമായ ഒരു അന്ത്യത്തിന്? റഹ്മത്തിൻ്റെ മലക്കുകളെ കണ്ട് അവരുടെ ആശംസാ വാക്കുകൾ കേട്ട് നമ്മൾ അങ്ങോട്ട് അവസാനിക്കാൻ, ഒരു ദുരന്തമായി നമ്മുടെ ജീവിതം മാറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു 4-5 ഉത്തരങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിനെയും ചിന്തയെയും ശരിയായി പരിപാലിക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു സംഭവം നമുക്കുണ്ടോ? മനസ്സിനെയും ചിന്തയെയും ശരിയായി പരിപാലിക്കാൻ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരീരത്തെ നമ്മൾ പരിപാലിക്കുന്നുണ്ട്. രോഗം വന്നാൽ അതിന് മരുന്ന് കുടിക്കുന്നുണ്ട്, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, വ്യായാമം ചെയ്യണവരുണ്ട്, ജിമ്മിന് പോണവരുണ്ട്, ശരീരം 6 പാക്ക് ആക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മല്ല് കിട്ടുന്ന കുട്ടികളുണ്ട്, അല്ലേ? അതൊക്കെ നമ്മുടെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരീരത്തെ പരിപാലിക്കാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തും എപ്പോഴും എങ്ങനെയും രൂപം പ്രാപിക്കാവുന്ന മനസ്സ് ഒന്നുമില്ല. തൊട്ട് മുമ്പത്തെ ദിവസം ഒന്നുമില്ല, തൊട്ട് മുന്നത്തെ മണിക്കൂറുകളിലൊന്നുമില്ല, 5 ആളെ ചുറ്റുകൊണ്ട് അടിച്ചാണ് കൊന്നു, അല്ലേ? ഇപ്പോൾ ഇന്നത്തെയൊക്കെ വാർത്തകളിൽ കാണുന്നത് ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് വേണ്ടി വളരെ രൂക്ഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് അവൻ്റെ സെല്ലിൽ പോലും അവൻ്റെ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിക്കേണ്ടത്, എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും ഇങ്ങനത്തെ ഒരു ശ്രദ്ധ എന്നതിലൊക്കെ പോലീസിന് സംശയങ്ങളുണ്ട്. ഇന്നത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ 1-2 ഉദ്യോഗസ്ഥരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ അതിൻ്റെ കാരണം? അവൻ ഇതൊന്നും വിചാരിച്ചതോ ആഗ്രഹിച്ചതോ അല്ല. ഉമ്മ മരിച്ചു, ഉമ്മാനെ കൊന്നു എന്ന് തോന്നിയപ്പോൾ പിന്നീട് അവൻ വിചാരിച്ചെന്താ, ഉമ്മാനെ കൊന്നത് വേദനയായി മാറുന്ന എല്ലാവരും തീർക്കുക എന്നാണ് തീരുമാനിച്ചത്. എവിടേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരവസ്ഥയ്ക്ക് എത്തി? ആദ്യത്തെ ആളെ കൊല്ലുമ്പോൾ മദ്യമൊന്നുമില്ല, പിന്നെയാണ് ബിയർ അടിച്ച് എന്ത് ചെയ്യണത്? MDMA ഒന്നും അല്ല, അത് പ്രത്യേകം എടുത്ത് പിന്നെയും പറയണം, എന്നാലേ ഇത് സമൂഹത്തിൽ അങ്ങനെ തന്നെ ചർച്ചയാകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മുമ്പ്
മദ്യപാനത്തിൻ്റെ ഒന്നും പശ്ചാത്തലം ഇല്ലാത്തൊരു കുട്ടി, നാട്ടുകാർക്കൊക്കെ നല്ല കുട്ടി എന്ന് പറയാവുന്ന ഒരാൾ എങ്ങനെ അങ്ങനെ പരിണമിച്ചു എന്നുള്ളിടത്ത് കുറച്ചും കൂടിയും സീക്രട്ട് ലൈഫിലേക്കും കുറച്ചും കൂടിയും സ്വകാര്യതയിലേക്കും ഒക്കെ നമ്മളെ പറഞ്ഞയച്ചുകൊണ്ടുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ മനസ്സിനെ പരിപാലിക്കുന്നിടത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്നറിയോ? ദൈവഭയത്തിൽ അധിഷ്ഠിതമായ ചിന്തകളും ആലോചനകളൊക്കെ ഉണ്ടാകുക. ദിക്റുള്ള എന്ന് നമ്മൾ പറയും. നമുക്ക് ദിക്റുള്ള എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ള എണ്ണത്തിൽ അവസാനിക്കണം. എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു 70,000 ദിക്ർ വിഭജിച്ചെടുത്ത് ചൊല്ലി വെള്ളിയാഴ്ച പിരിയണേ, അതിന്മ നമ്മുടെ ദിക്ർ ചുരുങ്ങിപ്പോണ ഒരു ദുരന്തം യഥാർത്ഥത്തിലുണ്ട്. നോക്കൂ, നിങ്ങൾ ഖുറാന്റെ പ്രയോഗം വളരെ കറക്റ്റാണ്. ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അകന്നുപോയ ഹൃദയങ്ങൾ അത് കടുത്തുപോകും. ഉലായിക ഫീ ളലാലിൻ മുബീൻ, അവരാണ് പിന്നീട് വഴിതെറ്റുന്നത് എന്നാണ്. വളരെ കറക്റ്റാണ് വിഷയം. അള്ളാഹുവിനെ കുറിച്ചുള്ള തുടർച്ചയായ സ്മരണകളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവർ, അല്ലെ, ആത്മഹത്യയുടെ കുരുക്കിലേക്ക് സ്വയം തല വെച്ചു കൊടുക്കുന്നതാരാ? എനിക്കിനി ഒരു പരിഹാരവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്കിനി ഒരു പരിഹാരമില്ല, കഴിഞ്ഞു, എൻ്റെ അതൊക്കെ തീർന്നു, ഇനിയൊരു മാർഗമല്ല എന്നാ ചിന്തിക്കണേ. അള്ളാഹുവിനെ കുറിച്ചുള്ള തുടർച്ചയായ സ്മരണകളുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഉള്ളിൽ അപ്പൊ കത്തുന്ന ഒരു വെളിച്ചം എന്താണ്? ഇതൊക്കെ ഇപ്പൊ തീരാൻ പടച്ചോൻ കുന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തീരും. ഞാൻ തന്നെ എന്തെല്ലാം വിഷമത്തുകൂടെ കടന്നു പോയിട്ടുണ്ട്, എന്നിട്ട് എന്നെ ക്ലിയർ ആക്കിയിട്ടില്ല പടച്ചോന്. കോടിക്കോടി ലിറ്റർ വെള്ളം, കടലിലെ വെള്ളം ഇങ്ങനെ രണ്ടു ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിലൂടെ മൂസ അലൈഹി ഇസ്ലാമയെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും പടച്ചോൻ മറുകര എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കൊള്ളിക്കഷ്ണം കൊണ്ട് അടിച്ചതൊന്നുമല്ല അതിന്റെ കാരണം. അത് അള്ളാഹു എന്ന മഹാശക്തി അങ്ങനെ സംഭവിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഇനി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകൂല. ഇത്രയും കാലം ഒരുപാട് ചികിത്സിച്ചു, കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ ഡിപ്രഷനായി, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് മറിയം അലൈഹിസ്സലാമക്ക് ഒരു ഭർത്താവിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ കുഞ്ഞിനെ കൊടുത്ത, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് 90 വയസ്സ് പിന്നിട്ടിട്ടും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെ നൽകിയ ഒരു കുഞ്ഞിനെ അല്ല. ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഓർക്കാണ്ടാകും. അപ്പൊ ദിക്റുള്ള എന്ന് പറയുന്നത് കേവലം നമ്മളെ ചുണ്ടിൽ ഇങ്ങനെ നമ്മൾ തന്നെ അർത്ഥമറിയാതെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ശബ്ദങ്ങൾക്ക് പറയുന്ന പേരല്ല. അത് വലിയ മഹത്വമുള്ളതാണ്. നമ്മളെ ഖുതുബയിൽ തന്നെ നമ്മൾ എത്രയോ വലിയ ദിക്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു വാക്കുകളാണ്. പക്ഷെ ആ കൊച്ചു കൊച്ചു വാക്കുകൾ കേവലം ചുണ്ടിലെ ശബ്ദങ്ങളാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗാംഭീര്യമുണ്ട്, അല്ലേ? ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗാംഭീര്യമുണ്ട്. എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും ശേഷിയും ഒക്കെ റബ്ബിനാണ്. റബ്ബ് തരണതേ എല്ലാവർക്കും ഉള്ളൂ, റബ്ബ് തന്നതേ നമ്മളെടുത്തുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയതൊന്നും തടയാൻ ഒരു ശക്തിക്കും പറ്റൂല. ഇങ്ങനെയുള്ള കുറെ തിയറികൾ, കുറെ തത്വങ്ങൾ ഇടനെഞ്ചിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സുരക്ഷിതനായിരിക്കും. അപ്പോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വ്യക്തി വലാലത്തിലെത്തും. ഒന്നുകൂടി ഖുർആൻ പറയാണ്, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ദിക്റുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എല്ലാവരും കൂടെ ഒരു പിശാചുണ്ടല്ലോ, ആ പിശാചിനെ തന്നെ 100% കൂട്ടുകാരനാക്കി കൊടുക്കും. വനുഖയ്യിദ് ലഹു ശൈത്വാനൻ, ഒരു ശൈത്വാനെ അവന്റെ കൂടെയാണ് ബന്ധിപ്പിച്ചു കൊടുക്കും. ബഹുവ ലഹു ഖരീൻ, അവനായിരിക്കും അവന്റെ കൂട്ടുകാരൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പിന്നെ ഈ പിശാച് പറഞ്ഞതനുസരിച്ചാണ് ഇവൻ പോവുക. ഈ പിശാചാണ് ഇവനെ ഗൈഡ് ചെയ്യുക. ഈ പിശാചിനെ അകറ്റാൻ വേണ്ടതൊന്നും ചെയ്യണില്ല. ശൈത്താനൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ. ശൈത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ ഹാളിനെക്കാളും നിസ്സാരമായൊരു സംഭവമാണ് എന്നൊക്കെ എഴുതി വെച്ച വലിയ പണ്ഡിതന്മാരുണ്ട് മലയാളത്തിന്റെ പശ്ചാത്തലത്തിൽ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ശൈത്താൻ ഉള്ളതൊക്കെ ഉള്ളതായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്മാര് കെണിയിൽ കുടുങ്ങും. ഇന്ന ഭാഗത്തൊരു അപകടം വരാനുണ്ട് എന്ന് മനസ്സിലാക്കാതെ ആ ഭാഗത്തു കൂടെ പോയ ആളിൽ കെണിയിൽ അകപ്പെടും. ഇന്നോടത്തൊരു കുണ്ടുണ്ട്, ഒരു കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ കുഴിയിൽ ചാടും, അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ശൈത്താനെ കൂട്ടുകാരനായി കിട്ടിയ ഒരു വ്യക്തിക്ക് ഹറാം ഹലാലുകളെ സംബന്ധിച്ച് ഓർമ്മ ഉണ്ടാവില്ല. അതിപ്പോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും, അതൊക്കെ ശരിയാവും. ഒന്നായിട്ട് മാർക്കറ്റിൽ നിന്ന്, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ബില്ലിടുമ്പോഴേ അതിന് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴേ ഓർമ്മ ഉണ്ടാവില്ല.
മൊബൈൽ ഫോൺ തുറക്കുമ്പോഴേ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴേ, ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴേ ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും പറയുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പറയണേ, ഞാനിത് ഇങ്ങനെ ഉപയോഗിച്ചൊരു ഇതാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പച്ച നുണയകാരം പറയണേ. അപ്പൊ ഏറ്റവും വലിയ ദിക്ർ എന്താ അറിയോ? ഹറാം ഹലാലുകളെ കുറിച്ച് ഓർമ്മയാണ് ഏറ്റവും വലിയ ദിക്ർ എന്ന്. ഏറ്റവും വലിയ ദിക്ർ ഹറാം ഹലാലുകളെ കുറിച്ച് ഓർമ്മയാണെന്ന. അപ്പൊ ഹറാം ഹലാലുകളെ കുറിച്ച് ഓർമ്മയുള്ള ഒരു വ്യക്തിന്റെ കയ്യിൽ ഒരിക്കലും വറകും കൊള്ളി വരൂല, ഉറപ്പാണത്. ഒരിക്കലും അയാൾക്ക് മറ്റൊരാളുടെ നേരെ തിരിയാൻ തോന്നൂല. കാരണം അയാളുടെ ഉള്ളിൽ മറ്റൊരുത്തന്റെ അഭിമാനത്തിനും രക്തത്തിനും കഅബാലയത്തോളം സ്ഥാനമുണ്ടെന്ന് പഠിപ്പിച്ച മഹാപ്രവാചകൻ മരണത്തിന്റെ അവസാന ദിനങ്ങളൊക്കെ എത്തിയപ്പോൾ മിമ്പറിൽ കയറിയിട്ട്, നിങ്ങളോട് ഞാൻ വല്ലതും വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുതരണം, ശരീരം കൊണ്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത എന്നെ നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, പരലോകത്തേക്ക് വെക്കരുത്. വല്ല രൂപയും ഞാൻ നിങ്ങൾക്ക് തരാണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് വാങ്ങണം എന്നൊക്കെ പറയണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മ വരും. ഒരാൾ എണീറ്റ്, നബി ഉണ്ട്, എനിക്കുണ്ട്. അങ്ങനെ സൊഫില് നിൽക്കുമ്പോ, യുദ്ധത്തിന്റെ സൊഫില് നിൽക്കുമ്പോ അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട് വയറ്റത്ത് തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പകരം ചോദിക്കണം. നോക്ക് നിങ്ങൾ, ലോകത്തിന്റെ റസൂൽ, മനുഷ്യ ചരിത്രത്തിന്റെ ദൂതൻ, വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി, ഉടുപ്പ് പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ അയാൾക്ക്, ഇതാ വയറ്റത്ത് ഇടിച്ചോന്ന്. അപ്പൊ സവാദ് എന്ത് ചെയ്തരോ? ആ വയറ്റത്തേക്ക് തന്റെ മുഖം ഇങ്ങനെ അമർത്തി വെച്ചിട്ട് കണ്ണു നിറച്ചു. ഇതിനു വേണ്ടിയിരുന്നു നബിയെ, ഈ ഭാഗം എനിക്കൊന്ന് കിട്ടേണ്ടിയിരുന്നു. നോക്ക് നിങ്ങൾ, എന്തു മനോഹരം! ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കണ ഒരു മനുഷ്യനെ, ഇതാണ് ദിക്റുല്ലാഹ്. ഇത് ജ്വലിക്കണ ഒരു മനുഷ്യനെ അയാൾക്ക് ഒരുപാട് 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 ബെല്ലും ബ്രേക്കും ഉണ്ടാകും. ഈ അടുത്ത പ്രദേശത്ത്, നമ്മളെവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ അപ്പുറത്ത്, ഒരു 15 കൊല്ലം മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നും ഒരു മോളെ സ്കൂളിൽ വിട്ടിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, ആ ഓട്ടോ സ്റ്റാൻഡിൽ ഏറ്റവും വിശ്വസ്തനായ മാന്യനായി ആളുകൾ വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ, അയാള് അവസാനം ആ കുട്ടിയെ കൊന്ന് ചാക്കിലാക്കി ഇവിടുന്ന് പെരിന്തൽമണ്ണെന്ന് പോകുമ്പോൾ തിരൂർക്കാടും കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു കാറിൻ്റെ ഒക്കെ ഷോപ്പൊക്കെ ഉള്ള ഒരു ഏരിയ, അവിടെ കാട് കിടന്നിരുന്നൊരു കാലുണ്ട്. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇത് വേഗം ലിങ്ക് ചെയ്യാൻ പറ്റും. അവിടെ ഉപേക്ഷിച്ച കേസിൽ പ്രതിയായി ജയിലിൽ പോയി ആ സുഹൃത്തിനെ കണ്ട ചില സഹോദരങ്ങളോട്, നമ്മളൊരാൾ ജയിലിലാകുന്നതോടുകൂടെ, ഒരാൾ മദ്യപിക്കുന്നതോടുകൂടെ, ഒരാൾ കൊല നടത്തുന്നതോടുകൂടെ അയാളെ ഉപേക്ഷിക്കല്ല വേണ്ടത്. അയാൾ രോഗിയാണ് സഹോദര, അയാൾ രോഗിയാണ്. ക്യാൻസറിനെക്കാളും കിഡ്നി ബാധിച്ചതിനേക്കാളും വലിയൊരു രോഗം അയാൾക്കുണ്ട്. ജയിലിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്ന സമയമുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ പോയി ജയിലിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കാൻ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യനോട് ചോദിച്ചപ്പം അയാൾ പറഞ്ഞെന്താ അറിയോ? ഒരു ദിവസം ഞാൻ കണ്ണാടിയിലൂടെ, 6ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്, ഒരു ദിവസം കണ്ണാടിയിലും അങ്ങനെ നോക്കുമ്പോ എനിക്ക് ഞാൻ തോന്നി, എന്തും ഭംഗിയുള്ള കുട്ടിയെന്ന്. പിന്നെ എന്നും ഞാൻ കണ്ണാടിയിലൂടെ അവളെങ്ങനെ നോക്കും. അതാ ശൈത്താൻ ലഹു ശൈത്താനൻ വഹുവ ലഹു ഖരീൻ. ശൈത്താൻ പറയണ നോക്കിക്കോ, ശൈത്താൻ തോന്നിപ്പിക്കുകയാണ് ഭയങ്കര ഭംഗിയുണ്ട്. ഒരു സ്ത്രീയെ, ഒരു പുരുഷന് ഇരട്ടി സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്ന, വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡ് കാണുന്ന സ്ത്രീക്ക് ശരിക്കത്ര സൗന്ദര്യമല്ല, ശൈത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഭയങ്കര ചൊറുക്കാണെന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. ഒരു പുരുഷനെ തിരിച്ചും കേട്ടോ. അടുത്ത ദിവസം ഞാൻ അവളെ ബാഗ് കൊടുത്തപ്പോൾ കൈയൊന്ന് തട്ടി. അപ്പൊ എനിക്കൊരു എന്തൊരു തരിപ്പ്, ഒരു പ്രത്യേക ഫീല്. പിന്നെ ഇത് സ്ഥിരം ആവർത്തിച്ചു. അടുത്ത ദിവസം ഞാൻ അവളുടെ കയ്യിനൊക്കെ ഒന്ന് പിടിച്ചപ്പോൾ അവൾ ചിരിച്ചു. ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അവളെ കയറി പിടിച്ചപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കി. അപ്പൊ ഞാൻ അവളെ മുഖം പൊത്തിയതാണ്, കൊല്ലാൻ വിചാരിച്ചല്ല. മുഖവും മൂക്കൊക്കെ അമർന്നപ്പോൾ അവളെ ശ്വാസം നിലച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ വണ്ടിയിലുണ്ടായിരുന്നൊരു ചാക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ നിമിഷത്തിലേക്ക് ഒരാൾ എത്താൻ ഒരു പണിയില്ല സഹോദരങ്ങളെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷകുമാറാകട്ടെ. ഈ പറഞ്ഞ ഞാനുൾപ്പെടെ ഒരാളും ഇതിനൊന്നും സുരക്ഷിതരല്ല. ഇതിനൊക്കെ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് യാതൊരു സംശയം വേണ്ട, അതെന്താണ്? ദിക്റുല്ലാഹ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട്, എല്ലാ ക്ലാസ്സിലും പോയി, ഒരു ചെറിയൊരു അനുബന്ധം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരുന്നു പോയത്. എല്ലാവരോടും ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. കുട്ടികൾ ഇങ്ങനെ കണ്ണടച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും അടുത്ത കാലത്ത് കണ്ട സിനിമയിലെ ഒരു രംഗം, ഒരു ക്ലൂ കൂടി കൊടുത്തിയാൻ, ഒരു ഇടിരംഗം നിങ്ങളൊന്ന് മനസ്സിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചു. അവരെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ഇങ്ങനെ കണ്ടു. ഓരോരുത്തർ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു, എന്താ കണ്ടത് കേട്ടോ. അപ്പോൾ വളരെ
വയലൻസ് നിറഞ്ഞ ഇടിയുടെയും കുത്തിൻ്റെയും ചവിട്ടിൻ്റെയും ഒക്കെ രംഗം. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, പഴയ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ ഒരു ഇടിരംഗം കണ്ട് അങ്ങക്ക് ഇപ്പൊ തൃപ്തിയാകുമെന്ന് വെച്ചു. വളരെ ഓപ്പണായി നല്ലൊരു ആമുഖം പറഞ്ഞ് അവരെ കൊണ്ട് എന്തും അവർ സംസാരിപ്പിക്കാവുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയതുകൊണ്ട് അവർ വളരെ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മുടെ തലച്ചോറിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ സിനിമ കാണുന്ന ശീലമുള്ള ആളുകളുടെ മനസ്സിൽ ചില സീനിപ്പ് വന്നിട്ടുണ്ടാവും. സിനിമ കാണുന്ന ശീലമുള്ള ആളുകളുടെ മനസ്സിൽ ഇപ്പൊ ചില സീന് വന്നിട്ടുണ്ടാവും. ആ സീൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കണ്ട് ഉറപ്പ് വരുത്തിയിട്ടല്ലല്ലോ തലച്ചോറ് സേവ് ചെയ്ത്. തലച്ചോറിനൊരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ്, ഇങ്ങനത്തെ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ പിന്നെ തലച്ചോറ് നിർദ്ദേശം കൊടുക്കുക, അത് പുറത്തെടുക്കാനാണ്. അതുകൊണ്ടാണ് താമരശ്ശേരിയിൽ വിളക്കണഞ്ഞപ്പോ, കരണ്ട് പോയപ്പോ, അല്ലെങ്കിൽ കരണ്ട് ആരോ ഓഫാക്കിയപ്പോ അടിക്കാനും ആ ജാതി അടിക്കാനും കൊല്ലാനൊക്കെ തോന്നിയത്. ഏത് ചെറിയ ക്ലാസ് മുതൽ ഒന്നിച്ച് വന്ന് ഈ പാത്രത്തിലെ കൂട്ടാൻ അങ്ങെടുത്ത് കൊടുത്ത് അവിടുത്തെ കറി ഇങ്ങോട്ട് വാങ്ങി അങ്ങനെ വളർന്ന രണ്ട് കുട്ടികൾ. പിന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ പിന്നെ എൻ്റെ വാട്സാപ്പിലുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നേ. അങ്ങനെ ജീവിച്ച രണ്ട് കുട്ടികൾ അങ്ങനെ ആകണത് അതുകൊണ്ടാണ്. കയ്യിന്ന് പോണാണ് സംഭവം, കയ്യിന്ന് പോണാണ്. ഇങ്ങനെയുള്ള ഇത്തരം ഒരു സേവിങ്സ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തലച്ചോറിനുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന് ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരാളുടെ ഇടത്തെ ഭാഗം തളരെപ്പോഴാ? അയാളുടെ തലച്ചോറിന്റെ വലത്തെ ഭാഗത്തിന് കംപ്ലൈന്റ് വരുമ്പോഴാണ്. വലത്തെ ഭാഗത്തിന് കംപ്ലൈന്റ് വരുമ്പോൾ ഇടത്തെ ഭാഗത്തിന് കംപ്ലൈന്റ് വരുമ്പോൾ വലത്തെ ഭാഗമാണ് അപകടത്തിൽപ്പെടുന്നത്, അല്ലേ? എന്ന് പറയുന്ന പോലെ മനുഷ്യന് ഇമോഷൻസ്, അവന്റെ വികാരങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ വികാരങ്ങളെയും മറ്റൊക്കെ ഒന്ന് കമ്പയൽ ചെയ്യുന്നതിന് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഒരു വായനക്കുള്ള ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ മെസ്സേജ് ആയിരുന്നു എൻ്റെ പ്രേരകം. അഥവാ ശാസ്ത്രം പറയണം തരും, ഇനി ജനിക്കാൻ പോണ കുട്ടികൾ ജനിതകമായി തന്നെ എങ്ങനെയാണ് വരിക എന്നാണ്. വെട്ടിന്റെയും കുത്തിന്റെയും കൊലന്റെയും ഒക്കെ കാരണം അവരുടെ പാരൻസിന്റെ തല മുഴുവൻ ഇതാണ്. അവരുടെ പാരൻസിന്റെ തല മുഴുവൻ ഇത്. വേഗം ഒരു സിമ്പിൾ ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാവും. പണ്ടുണ്ടായിരുന്നതിനേക്കാളും വേഗത്തിൽ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ നമ്മളെ കുട്ടികൾക്ക് വേഗത്തിൽ എന്തുകൊണ്ടാണ് കിട്ടണത്? നമ്മളടുത്തു നിന്നുള്ള ബാക്കപ്പ് കിട്ടിയിട്ടാണ് അവർ ജനിക്കണത്. പണ്ട് മോണിറ്റർ എന്നത് ആദ്യം കേൾക്കേണ്ടിയിരുന്നു, പിന്നെ കാണേണ്ടിയിരുന്നു. ഇന്നോ കേട്ട് കണ്ട് ഉപയോഗിച്ച് അതിലൂടെ ജീവിച്ച മനുഷ്യന്മാരെ മക്കളാ ജനിക്കണത്. അപ്പൊ ചെറിയ പ്രതിസന്ധി അല്ല നമുക്ക് വരാനുള്ളത്, ചെറിയ പ്രശ്നങ്ങളിലൂടെ അല്ല നമ്മൾ പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രംഗത്ത് കൃത്യമായിട്ട് കാണേണ്ട ഒരു കാര്യം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ അവർ നിരന്തരം ചികിത്സിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം ശരിയാക്കിക്കൊണ്ടിരിക്കണം. ശരീരം കഴുകി വൃത്തിയാക്കും, രോഗചികിത്സ നടത്തും എന്ന് പറയുന്നത് പോലെ നിരന്തരം അതിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ആ ശുദ്ധീകരണത്തിൽ അവിടെ ഒരിക്കലും കെടാതെ കത്തേണ്ട ലൈറ്റാണ് അല്ലാഹ് എന്ന ശബ്ദം. അത് വിശുദ്ധ ഖുർആൻ സ്വഹാബത്തിന്റെ ഇടയിൽ അവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, ഹിജറ കഴിഞ്ഞു. മക്കത്ത് എന്താണ്, അവർക്ക് ഒന്ന് പരസ്യമായി സുജൂദ് ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർക്കമിന്റെ വീട്ടിൽ ഈത്തപ്പന ഓലകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കുടിലിൽ അവർ സ്വകാര്യമായി സുജൂദ് ചെയ്തും ആരാധിച്ചും ജീവിച്ച് അങ്ങനെ അവസാനം അവിടുന്ന് പോകേണ്ടി വന്നു. മദീനത്തെത്തിയപ്പോൾ കുറച്ചൊരു സ്വസ്ഥതയും ആശ്വാസവും ഒക്കെ വന്നപ്പോ അവര് കുറച്ച് കച്ചവടത്തിനും കൃഷിക്കൊക്കെ ഇറങ്ങി. അപ്പം ഇറങ്ങിയൊരു ആയത്തുണ്ട്, അലം യഅ്നിനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് കീഴൊതുക്കാനും മടക്കാനും അവർക്ക് സമയമായില്ലേ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് ഇറക്കിയ സത്യത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായില്ലേ. മൂന്നാമത്തെ കാര്യം, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുമ്പ് വേദഗ്രന്ഥം ലഭിച്ച മനുഷ്യരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ. എന്താ അവർക്ക് പറ്റിയത്? ഫത്വാല അലൈഹിമുൽ അമദു, പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിന്റെ ഒക്കെ കൂടെ കുറെ കാലം അവർ ജീവിച്ചു. ഫഖസത് ഖുലൂബുഹും, അപ്പോ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നാണ്. വകസീറും മിൻഹും ഫാസിഖൂൻ, അവര് മിക്കവാറും ആളുകളൊക്കെ തമ്മാടികളായി മാറി എന്നാണ് ഖുർആന്റെ പ്രയോഗം. നോക്ക് നിങ്ങൾ, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. മക്കയിൽ നിന്നുള്ള ക്രൂരമായ പീഡനത്തിന്റെ നൊമ്പര ഓർമ്മകളും ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും ഉണ്ട്. ഒരുപക്ഷെ മുറിവിൽ നിന്ന് ചോര നീരൊഴുകുന്ന അവസ്ഥ അവസാനിക്കാത്ത മനുഷ്യരിയ്ക്കുന്ന സദസ്സിനോടാണ് ഖുർആൻ ചോദിക്കുന്നത്.
പോരാട്ടത്തിന്റെ മനോഹര ഓർമ്മകൾ കനലെരിയുന്ന കൽബുമായി കഴിയുന്ന മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ റമദാൻ മാസത്തിൽ പോലും നമ്മൾ എവിടെ നിൽക്കുന്നത്? 5 കഴിഞ്ഞ് 6ാമത്തെ നോമ്പൊക്കെ എത്തുമ്പോൾ നമ്മളെ ഖുർആൻ പാരായണം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മളെ നോമ്പിന്റെ പകൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് എത്ര ജമാഅത്ത് നിസ്കാരങ്ങൾ കിട്ടി? നമ്മളെ തറാവീഹ് എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം അതിലെ ഖുർആൻ പാരായണം ആസ്വദിച്ചു? ആ ഓതിയ ഭാഗത്തിന്റെ എത്ര അർത്ഥം നമുക്കറിയാം അല്ലേ? ഈ പകലിലും ഈ രാത്രിയിലുമായി നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്താണ്? ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിനെ ഒറ്റ പിണക്കമില്ലാത്ത അത്രയും ഹൃദയങ്ങൾക്ക് ഇഴയടുപ്പമുള്ള മദീനയിലാണിത് അല്ലേ? ഈ ആയത്തിറങ്ങുന്ന കാലത്ത് തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം ബാക്കിയായത്. യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് കിടക്കുന്നവർക്ക് അവസാനത്തെ ഒരു നുള്ളു വെള്ളം കൊണ്ടേ കൊടുത്തപ്പോ മറ്റേയാൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവസാനം വെള്ളം കുടിക്കാതെ തന്റെ സഹോദരന് വേണ്ടി നീക്കിവെച്ച് അവസാനിച്ച മഹാചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ നിമിഷങ്ങളിലും മദീനയിൽ ഇറങ്ങിയ ആയത്താണിത്. അതുകൊണ്ട് വ്രതകാലം എന്നത് ഏറ്റവും ശക്തമായ പരിശീലനത്തിന്റെ ഘട്ടമാണ്. നോക്കിങ്ങള്, ഹറാമായ കാര്യങ്ങളെ കുറിച്ചല്ല, ഹലാലായത് ഉപേക്ഷിക്കണം. നമ്മള് 5 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവ് അത്താഴം കഴിഞ്ഞതിന്റെ ശേഷം ഭാര്യന്റെ കൂടെ കിടക്കാത്തത് എന്താ? ഭാര്യന്റെ കൂടെ കിടക്കാത്തത് റമളാനിന്റെ പകലിൽ സ്വന്തം ഭാര്യ നിക്കാഹ് ചെയ്തു കൊണ്ടുവന്ന ഭാര്യയുമായുള്ള മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കുന്ന ഒരു സ്പർശനത്തെ പോലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നിട്ടാണ് അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് രാത്രി ഇരുന്നിട്ട് വേണ്ടാത്ത വീഡിയോ കാണുന്നത്, സിനിമയിലെ രംഗങ്ങൾ കാണുന്നത്, പാട്ട് സീന് കാണുന്നത് അല്ലെ? സ്വന്തം വണ്ടിയിൽ അങ്ങനെ മ്യൂസിക്, ഭയങ്കര ഗംഭീരമായ മ്യൂസിക് ഇട്ടിട്ട് പോവുകയാണ്, സ്ത്രീ വർണ്ണനകളുള്ള മ്യൂസിക് ഇട്ടിട്ട് അവൻ അങ്ങനെ പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് സ്വന്തം ഭാര്യയെ ശാരീരികമായി ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. അവിടെ ഹലാലായ ആ കാര്യത്തെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന മനുഷ്യന്, ദിക്റുള്ള കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന മനുഷ്യന് എന്തുകൊണ്ടാണ് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ പിന്നെ വേണ്ടാത്ത പരിപാടി വരുന്നത്? ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളുമായിട്ട് ചാറ്റിംഗ് വരുന്നത്, ബാല്യകാല ഓർമ്മകൾ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരേറ്റൊക്കെയുള്ള സംസാരങ്ങൾ വഴിമാറിപ്പോണത്, 40ലും 45ലും എത്തുമ്പോ ദാമ്പത്യം മുറിക്കേണ്ടി വരുന്നത് അല്ലെ? പലപ്പോഴും ബാച്ചുകളുടെ മീറ്റ് കുടുംബ ബന്ധവിച്ഛേദത്തിന്റെ മീറ്റുകളായി മാറുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്, ജോലി സ്ഥലത്ത് വേറെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, സ്വകാര്യ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നത്. റമളാൻ മാസത്തിൽ സ്വന്തം ഭാര്യയെ വേണ്ടെന്ന് വെച്ച ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചവർക്ക് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഗൗരവതരാണ് സുഹൃത്തുക്കളെ. റമളാനിന്റെ പകലിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടൊരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വരികയാണ്. എന്താ? നബിയെ പറ്റിപ്പോയി നബിയെ എന്ന് പറയാണ്. വഖഅതു അലാ ഇംറഅതി വഅന സ്വായിം, നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പരിഹസിക്കാനും കളിയാക്കാനൊന്നും പോയില്ല. നോക്ക് നിങ്ങൾ, ഫിയർലെസ് ആണ്, നിർഭയമാണ് ആ സദസ്സിൽ. എന്തും ചോദിക്കാം. ആരും നാളെ നേരം വെളുത്തിട്ട് ഇങ്ങനെ തുറിച്ച കണ്ണേറ്റ് നോക്കൂല, കളിയാക്കൂല. അതാണ് പോയിട്ട് വളരെ സിൻസിയറായിട്ട്, വളരെ നിസ്വാർത്ഥനായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹ, നിന്റെ അടുത്ത് വല്ല അടിമകളുണ്ടോ മോചിപ്പിക്കാൻ? ഇത് വേറെ ടോപ്പിക്കാണ്. ഇസ്ലാമിലെ അടിമത്ത മോചനത്തിന്റെ മസ്അല മാത്രം പഠിച്ച നമ്മൾ സുജൂദ് എണീക്കൂല, അത്ര മനോഹരമാണ്. ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് 2-3 ഖുത്ബ വെച്ച് നമുക്ക് ആ വിഷയം പറയണം. അപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ, ഫാൽ തസ്തതിഉ അൻ തസുമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാൻ പറ്റുമോ എനിക്ക്? അപ്പൊ ജീവിതത്തിലെ ഒരു റമളാനിലെ ഒരു ദിവസത്തിലെ ഒരു മണിക്കൂറിലെ നിശ്ചിത മിനിറ്റുകളിൽ അയാൾക്ക് സംഭവിച്ച പിഴവിന്റെ പരിഹാരം 2 മാസത്തെ തുടർച്ചയായ നോമ്പാ ഇസ്ലാം നിശ്ചയിക്കണത്. എത്ര കടുത്ത പരിഹാരമാണത്. അതും കഴിയില്ലാന്ന് അറിഞ്ഞപ്പോ ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ എനിക്ക്? അതും അയാൾ കഴിയില്ല നബിയെ, എൻ്റെ ആ ഒരു പ്രദേശത്ത് എന്നെക്കാളും വലിയ മിസ്കീനില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പുഞ്ചിരിയോടുകൂടെ എണീറ്റ് പോയി. എന്നിട്ട് ഒരു കൊട്ട കാരക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അത് കൊടുത്തള. അപ്പോൾ പറഞ്ഞു, എന്നെക്കാളും ദരിദ്രല്ല നബിയെ, അത് കഴിച്ചള. എത്ര സിൻസിയറായ മനുഷ്യന്മാരാ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരിക്കണത്, ചിന്തിച്ചു നോക്കുങ്ങള് അല്ലേ? ഇസ്ലാമിന്റെ റസൂൽ എത്ര മനോഹരമായിട്ടാണ് ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യണത്. നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഇതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, വെറും നിശ്ചിത നിമിഷങ്ങളിലെ പിഴവുകൾക്ക്
ഉള്ള ഒരു പരിഹാരക്രിയ നിർദ്ദേശിക്കുന്നിടത്ത് ഇത്ര ഗുരുതരമാണെങ്കിൽ നമ്മളെ തീർച്ചയായും ആലോചിക്കണം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലി, അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലി. മിന്നിലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരനാണ്. ഇപ്പൊ റമളാനായിട്ടും നമ്മൾ ഇത്തരം ദുന്യാവിന്റെ ചിന്തകൾക്കാണ് കൂടുതൽ സമയമെങ്കിൽ വീണ്ടും നമ്മൾ പറയുന്നു ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഓടിച്ചെല്ലി. 5 കഴിഞ്ഞു, നീ 6ാമത്തത് പൂർത്തിയാകുമെന്ന് അറിയില്ല, അടുത്ത റമളാനിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് സമഗ്രമായ പൊളിച്ചെഴുത്താണ് സുഹൃത്തുക്കളെ വേണ്ടത്, സമഗ്രമായ പൊളിച്ചെഴുത്ത്. ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മുടെ സദസ്സിലുള്ള ഒരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് അനുസ്മരിക്കലുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും തെറ്റായ വഴികളിലൂടെ പോയ ആളാണ്, അല്ലെ, ലഹരിയിൽ ആണ്ടുപോയിരുന്ന ഒരാളാണ്. പൊളിച്ചെഴുത്ത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. പൊളിച്ചണ്ട് എഴുതിയിട്ട് എല്ലാ വക്തും ജമാഅത്തായി നിസ്കരിക്കുന്നിടത്തേക്ക് എത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത്തരം അത് അറിയാം എനിക്ക് ശരിക്ക്. അങ്ങനത്തെ മനുഷ്യന്മാരെ പലവരും 1000 തവണ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് കരുത്തു കൊടുക്കുമാറാകട്ടെ. അതാ പൊളിച്ചെഴുത്ത്. ഇന്നലത്തെ ജീവിതമല്ല ഇന്ന്, അതാ പൊളിച്ചെഴുത്ത്. അങ്ങനത്തെ എന്ത് പൊളിച്ചെഴുത്ത് നമുക്കുള്ളത്? ആവർത്തിച്ച് ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ടും കൽബിൽ കയറാത്ത എന്താ അറിയോ? കൽബിൽ കയറാത്തത് പടച്ചവനൊരു അടപ്പിടലുണ്ട്. ആ അടപ്പിട്ട ചില വിഷയം കയറൂല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത എന്തുകൊണ്ടാ? പടച്ചോന്റെ മുന്നിൽ ഈ നന്ദികേട് കാണിച്ചിട്ട് എന്തൊക്കെ പടച്ചോൻ തന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. എന്തൊക്കെ പടച്ചോൻ തന്നത് അല്ലെ? മക്കളെ തന്നു, ഓടിച്ചാടി പാഞ്ഞു കിടക്കണ മക്കള്. ഒരു കുഞ്ഞിൻ്റെയും കാലുറക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിക്ക് നമ്മൾ പോണില്ല. കുട്ടികൾ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ നമുക്ക് പ്രശ്നം, വികൃതിനെ കുറിച്ചുള്ള പരാതിയാ. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് മക്കളെ ഫിസിയോതെറാപ്പിക്ക് കൊടുക്കണ എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ? ട്യൂബ് ഫീഡിങ്ങിൽ കിടക്കണ എത്ര ആളുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമുക്ക് ഇങ്ങനത്തെ പരീക്ഷണമൊന്നും പഠിച്ചോ തന്നിട്ടില്ല. അതുകൊണ്ട് ശരിയായി നമ്മൾ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിലേക്ക് നമ്മൾ ചെല്ലണം. CCTV പേടിയാണ് മനുഷ്യന്മാർക്ക്, അല്ലേ? ക്യാമറ ഉള്ളിടത്ത് നമ്മൾ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യൂ, അല്ലാത്തടത്തോ നമുക്ക് തോന്നിയ മാതിരി ഡ്രൈവ് ചെയ്യൂ, അല്ലേ? എന്താ കയ്യിലെ പോക്കറ്റിലെ പൈസ പോണതാ പ്രശ്നം. ഒരു വേണ്ടാത്ത കാര്യം ചെയ്യണ കട്ടിലിന്റെ താഴെ ഒരു എലി പാഞ്ഞ പേടിയാ. എന്നാലോ ഇത് മുഴുവൻ കാണുന്ന റബ്ബിനെ പേടിക്കണില്ല. അവിടെയാണ് റബ്ബിനെ പേടിക്കുക എന്നുള്ള വിഷയം വരുന്നത്. നിങ്ങളുടെ കട്ടുനോട്ടങ്ങളെ പോലും, കണ്ണിങ്ങനെ തിരിക്കണ കട്ടുനോട്ടങ്ങളെ പോലും, ഹൃദയത്തിലുള്ളതിനൊക്കെ റബ്ബ് അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മപരിശോധന വേണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലഗദിൻ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു? ഖബറിലേക്ക് വേണ്ടി എന്ത് ചെയ്തു? ഖബറിലേക്ക് വേണ്ടി എത്ര ഉറുപ്പിക കൊടുത്തിട്ടുണ്ടാവും? ഖബറിലേക്ക് വേണ്ടി എത്ര സമയം ചെലവാക്കിയിട്ടുണ്ടാവും? ഖബറിലേക്ക് വേണ്ടി എത്ര അധ്വാനിച്ചിട്ടുണ്ടാകും, അല്ലേ? ദുന്യാവുക്ക് വേണ്ടുള്ളതൊക്കെ ഏകദേശം ഒന്ന് ഇരുന്ന് കണക്കൂട്ടിയാൽ കിട്ടും. എത്ര പറമ്പുണ്ട്, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, എത്ര വണ്ടി ഉണ്ട്, അതിനിപ്പോൾ എത്ര വില കെട്ടാൻ പറ്റും, എത്ര മക്കളുണ്ട്, അവർ വളർന്നു വന്ന ശമ്പളം ഏകദേശം എത്ര ഉണ്ടാവും, ഇതൊക്കെ കണക്കൂട്ടാൻ പറ്റും. പരലോകത്തേക്കുള്ളത് ഉണ്ടോ? നിസ്കാരം ഉണ്ടോ? ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും, ഒരു റക്കാത്തും സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് റസൂല പഠിപ്പിച്ച്. ആകെയുള്ള നിസ്കാരല്ലേ? എന്താ കാര്യം? അവൻ റുക്കൂ ചെയ്യും, അത് ശരിയാവില്ല. സുജൂദ് ചെയ്യും, അപ്പൊ ചിലപ്പോൾ അത് ശരിയാവില്ല. ഇഖ്ലാസ് അല്ല വിഷയം, രൂപം പ്രധാനാണ്. നിസ്കാരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ നിസ്കാരത്തിന്റെ രൂപോ അതിലെ വേറെ മസല അവർക്ക് വിഷയമല്ല, അത് ആൾക്കാരെ തമ്മിൽ തെറ്റിപ്പിക്കണ മസല എന്ന് പറയാം. ചിലത് തെറ്റിയിട്ടും ചിലത് തിരുത്തിയിട്ടും തന്നെ പഠിച്ച് എളാപ്പി മൂത്താപ്പി ഒക്കെ തെറ്റി. അവസാനം പട്ടാളത്തുണ്ടാക്കി വീട് വളഞ്ഞു. ആ രാവിൽ ഒരു പിടി മണ്ണ് കണ്ണിലേക്ക് വാരിയിട്ടിട്ട് അങ്ങ് മദീനയിലേക്ക് പോയി. മദീന പാട്ടും പാടി സ്വീകരിച്ചു. തിരിച്ചു വന്നപ്പോ വെട്ടാനും കൊല്ലാനും നിന്നില്ല, വിശാലമായ മാപ്പിന്റെ ലോകം തുറന്നു കൊടുത്തു. റസൂലുള്ളാഹിന്റെ ചരിത്രം അവിടെ ഉണ്ട്. ബിലാലും അമ്മാറും യാസിറും, യാസിറിന്റെ മാതാവും കഴുത്ത് പിളർക്കപ്പെട്ടവരും ഒക്കെ ചരിത്രത്തിലുണ്ട്. അത് ഹക്കായി നിർവഹിക്കുന്നിടത്ത് സംഭവിക്കണത് തന്നെയാണ്. കുറച്ച് പരിക്കു പറ്റിയിട്ടേ ഇസ്ലാമായി കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോളിഷ് ചെയ്തൊരു ഇസ്ലാം ഇല്ല കേട്ടോ. അതിന്റെ സൗന്ദര്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോ ചില പരിക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി വല്ലതും ചെയ്തിരുന്നെങ്കിൽ എന്ന് നാളെ പരലോകത്ത് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ? പ്രയത്നിക്കുക. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിൽ പരിശ്രമിക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. അതാണ് പാട്ടച്ചോനാണ് കാണിച്ചു തരും വഴി. എല്ലാറ്റിലും, കുടുംബത്തിലും ജീവിതത്തിലും മോള കല്യാണത്തിലും കച്ചവടം തുടങ്ങുന്നിടത്തും ഒക്കെ പാട്ടച്ചോനാണ് വഴി കാണിച്ചു തരും.
ഒരു മസ്അലയിൽ തർക്കമുണ്ട്, അതിൽ പടച്ചോനാണ് കാണിച്ചു തരും വഴി. എന്താ മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ പഠിപ്പിച്ചു, കദാലിക നുസ്രിഫ അൻ ഹുസു വൽ ഫഹ്ശ, എല്ലാ തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും പടച്ചോനാണ് കാക്കും. ആ കാക്കയുടെ രൂപ ഹദീസിലുണ്ട്. ഒരു വ്യക്തി ഫർളൊക്കെ നിർവഹിക്കും, പിന്നെ സുന്നത്തിലൂടെ ജീവിക്കും, പിന്നെ അവന് തിന്മ കേൾക്കാൻ പറ്റാതാകും. അവന്റെ കാതിന് അതിനുള്ള കഴിവുണ്ടാവില്ല തിന്മ കേൾക്കാൻ. അതേപോലെ അവന്റെ കണ്ണിന് തിന്മ കാണാൻ പറ്റാതാകും. ഒറ്റ വഴിയുള്ളൂ, സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതൊക്കെ പരിശീലിക്കേണ്ട ഘട്ടമാണ് സുഹൃത്തുക്കളെ ഇത്. അതുകൊണ്ട് യഥാർത്ഥ ദൈവഭക്തനായ വ്യക്തി അമ്മാമൻ തഗ, അക്രമിയായ വ്യക്തി, വാസറൽ ഹയാത്തു ദുന്യ, ദുന്യാവിനാണ് പ്രാമുഖ്യം കൊടുത്തത്. ദുന്യാവിന് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാം? നമ്മളെ ഫർള് തന്നെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ നോക്കിയത്, അപ്പൊ മനസ്സിലാവും. സക്കാത്ത് കണക്കൂട്ടി കൊടുക്കണല്ലോ അല്ലേ? സക്കാത്ത് കൊടുക്കല്ല, സക്കാത്ത് കണക്കൂട്ടി കൊടുക്കുക. സ്വർണ്ണാഭരണം ഏതൊരു ആള് ഇൻഷാ അല്ലാഹ് അടുത്തൊരാഴ്ചയിൽ നമുക്ക് ഖുതുബി പറയാം, 100 പവനും ആഭരണാക്കി വെച്ചൊരു കുഴപ്പമില്ല എന്നൊരു ഉസ്താദിന്റെ മസല. അതൊക്കെ കേട്ടിട്ടേ കൊടുക്കാതിരുന്നാലേ അവസാനം ഈ സ്വർണ്ണാഭരണം വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വർണ്ണാഭരണല്ലേ, ഇത് മുഖത്തും മുതുകത്തും വെച്ച് ചൂടുവെക്കുമെന്ന ആ ആയത്ത് ഒറ്റടി കോർത്താതി. ആഭരണത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കാത്ത 10 കൊല്ലത്തെ സക്കാത്ത് ആഭരണത്തിന്റെ കൊടുക്കാണ്ടേ കൊടുത്തോളണം. ഇൻഷാ അല്ലാഹ് വിശദമായി തന്നെ ഖുതുബയിലെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ദൈവഭയം എന്താ, യഥാർത്ഥ പടച്ചോനെ പേടി എന്താ? ഇപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോവാണ് ഒരു മരുഭൂമി കൂടെ. അപ്പൊ ദൂരെ ഒരു ആട്ടിടയനെ കണ്ടു. അവരൊരു ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നപ്പോ ആ ആട്ടിടയനെ വിളിപ്പിച്ചു, ഇരിക്കുന്നു പറഞ്ഞു. എനിക്ക് നോമ്പാണ് പറഞ്ഞു. ഈ ജാതി പൊള്ളണ ചൂടത്ത് നിങ്ങൾ നോമ്പ് വിൽക്കേ, എനിക്ക് ഒഴിവ് കിട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റിയ ദിവസമല്ലേ, ഞാൻ നോമ്പുകാരനാകട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളൊരു ആടിനെ കൊടുക്കണമെന്ന് ചോദിച്ചു. ഇതിന്റെ ഉടമസ്ഥ ഇവിടെ അല്ല എന്ന് പറഞ്ഞു. അപ്പോ ഉടമസ്ഥ അല്ലെങ്കിലും എന്താ, നിങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ, പരീക്ഷിക്കണം അദ്ദേഹം. അപ്പൊ അയിനല്ലാന്ന് ചോദിച്ചു മൂപ്പര്, ആട്ടിടയനെ അയിനല്ലാ. അപ്പോ കരഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണേ, നീ അല്ല അയിനല്ലാന്ന് ചോദിക്കണ്ടേ, ഞാനാണ് അയിനല്ലാന്ന് ചോദിക്കേണ്ടത്. അല്ല ഉണ്ട് എന്നുള്ള ഓർമ്മ, എന്നെ നിരീക്ഷിക്കുമെന്ന ഓർമ്മ, ഇത് നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മൾ സ്ത്രീകൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം അരി വെന്തണോ നോക്കാൻ അതിലൊരു 2 വറ്റെടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കലാണ്. അതേപോലെ ആക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നോമ്പ് 4 കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചിട്ട് കൂടുതൽ ചിട്ടപ്പെടുത്തണം. ചിട്ടപ്പെടുത്തിയ കിട്ടേണ്ട സുഖമുണ്ട്. അത് എത്രത്തോളം ദീനിലേക്ക് ഇറങ്ങി വരണോ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും, അതിനനുസരിച്ചൊരു സുഖം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്വകാര്യ ജീവിതത്തെ ശുദ്ധീകരിക്കുമ്പോൾ വേണ്ടാത്തത് കാണുക. വാപ്പിമ്മീൻ കാണാത്ത ഇൻസ്റ്റഗ്രാം അല്ലേ, വാപ്പിമ്മീൻ കാണാത്ത ഇൻസ്റ്റഗ്രാം, വ്യത്യസ്തമായ പാസ്വേഡുകൾ, പലജാതി പരിപാടികൾ മക്കളെടുത്ത് പലപ്പോഴും ഉണ്ടാകും. ഇതൊക്കെ എത്തിക്കുന്നത് മഹാദുരന്തത്തിലേക്കായിരിക്കും. മരിച്ചു കിടക്കണേ ഷഹബാസ് എന്ന് പറയുന്ന പയ്യനിൽ നിന്ന് നമ്മൾ പാടുൾക്കൊള്ളണം. കുട്ടികളോടാണ് എനിക്ക് രണ്ടാമത്തെ ഖുതുബയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. പാടുൾക്കൊള്ളണം. മരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ ആളല്ലോ, കൊല്ലാൻ വേണ്ടി പോയതല്ല മറ്റൊരു. കൊല്ലാൻ ചിലപ്പോൾ 1-2 ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടാവും. ആജാതി ലെവലിലേക്ക് അവരുടെ കേൾവിയും കാഴ്ചയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ റമദാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ശരിയാകാനുള്ള ഒരു സമയം. എല്ലാവർക്കും അവരവരുടേതായ മേഖലയിൽ കാര്യങ്ങളെ ശ്രദ്ധിച്ചും ചിട്ടപ്പെടുത്തിയും പോകണം. നമ്മൾ സ്വതക്ക നന്നായി നിർവഹിക്കേണ്ട ഒരു സമയമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ട സമയമാണ്. പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ട സമയമാണ്. അദ്കാറുകൾ പരിശീലിക്കേണ്ട സമയമാണ്. രാത്രി നിസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ട സമയമാണ്. അതിനൊക്കെ നേരവും സമയവും കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറ്റുക. ദീന് ഉള്ളിൽ ഇങ്ങോട്ട് ഉണ്ടാകുന്നതോടുകൂടെ കിട്ടുന്നൊരു സുഖമുണ്ട്. ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചു. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ കാണുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വയറൊക്കെ വീർത്ത് അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗത്തിന് അവർക്ക് അള്ളാഹു ശമനം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സ്വബറിന് കൊടുക്കുമാറാകട്ടെ. അപ്പൊ അവരെടുത്ത് എന്നിരുന്നപ്പോൾ നമുക്ക് വളരെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയണ്ടേ. വയറ്റില് അസുഖമുണ്ടായി ആ അസുഖം കാരണം മരിക്കുന്ന ആൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ പുണ്യുണ്ട് എന്നാണ് ഞാൻ അവർക്കത് പറഞ്ഞു കൊടുത്തു. ശരിക്ക് അവർക്ക് അവരുടെ വേദനയെ കടിച്ചമർത്തണമെങ്കിലും ക്ഷമിക്കണമെങ്കിലും ഒരു വിശ്വാസിനി എന്നുള്ളവർക്ക് ഇത് മതിയല്ലോ സഹോദരന്മാരെ. അതാണ് ദീനിന്റെ ഗുണം എന്ന് പറയുന്നത്. ദീനിന്റെ ഗുണം എന്ന് പറയുന്നത്
വയറ്റിൽ ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ നിൽക്കാതെ വയറ്റിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ വയറ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുക. നിൽക്കാതെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയാണ്. പക്ഷേ അവിടെ ഒരു ആശ്വാസമുണ്ട്. എന്താ? ഈ വയറിൻ്റെ രോഗം കൊണ്ട് ഞാൻ മരിച്ച, വെച്ചുത്തി വീണാലും മരിക്കും, കിഡ്നി പോയാലും മരിക്കും, ഒക്കെ മരിക്കും അല്ലേ. പക്ഷേ ഇത് 5-6 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രക്തസാക്ഷിത്വത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി. അതുകൊണ്ട് ദീൻ അറിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണം ഉണ്ടാകും. അതുകൊണ്ട് ദീന് അറിയാനും പഠിക്കാനും ശ്രമിക്കാം. 4 വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഒരു കളക്ഷൻ ഉണ്ടാകും. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. ഈ വെള്ളിയാഴ്ച നമ്മൾ എടുക്കുന്നത്, എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പിരിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഇഫ്താർ പെടും, ഒരുപാട് കാര്യങ്ങളുടെ ക്ലാസ് നടക്കുന്നുണ്ട്. നാളെ ശനിയാഴ്ച 10 മണി മുതൽ ഒരു 1.5 മണിക്കൂർ ഒരു ക്ലാസ് കൂടെ ഉണ്ടാകും. നമ്മളൊക്കെ പങ്കെടുക്കുക. ഖുർആനാണ് വിഷയം. നന്നായി സംസാരിക്കാൻ പറ്റണേ വളരെ ചെറുപ്പക്കാരനായ ഒരു പ്രഭാഷകനാണ് വരുന്നത്. നിങ്ങൾക്ക് മടുക്കൂലാന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനെല്ലാം ഉറപ്പ് തരാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വരിക, നമ്മൾ മാത്രം വരില്ല, കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെയും കൂടി കൂട്ടുക. ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ട് ഇരിക്കുക കേട്ടോ. 1.5 മണിക്കൂർ നിലത്തിരിക്കേണ്ടി എന്നുള്ള ബേജാറൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അതിൻ്റെ നമ്മളെ ദാറുൽ ഹിക്മ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെക്കുക. എന്നിട്ട് ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഫർളായിന. രാത്രിയിലെ തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്. ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നരകത്തിലൊന്നും പോകില്ല. അതിനെ അവഗണിച്ചാൽ അത് കുറ്റകരാണ്. നിസ്കരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനെ നിസ്കരിക്കാത്തവരൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിലാകുമ്പോൾ ചിലതിങ്ങനെ കാണും. കുമ്പിടാൻ വരാതെ അവഗണിച്ചു പോണവരുണ്ട്. അവരോടൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ദീൻ്റെ താക്കീത് എന്നുള്ള കുറെ തിരുത്തണം. നമ്മൾ ഒരിക്കലും ശരിയല്ല. പക്ഷേ അത് ഫർളല്ല. പക്ഷേ ഖുർആൻ പഠനം ഫർളാണ്. ഖുർആൻ പഠനം ഫർളായിട്ടുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ഒഴിവാക്കേണ്ടതല്ല. അപ്പം അതിലേക്കൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു ക്ലാസ് ആണെങ്കിലും നമ്മൾ പങ്കെടുക്കണം. അതുകൊണ്ട് ഇന്നത്തെ സ്വതക്ക നമ്മൾ അത്യാവശ്യം നമുക്ക് പറ്റുന്നത്ര പരമാവധി സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക, പള്ളിയുടെ നടത്തിപ്പാണ്. പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഫണ്ട് ശേഖരണം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 1 സ്ക്വയർ ഫീറ്റിന് എത്ര എന്നുള്ള കണക്കൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തുകയാണ്. അടുത്ത വെള്ളിയാഴ്ചകളോട് അത് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. ഇല്ലാത്തത് എടുത്തു കൊടുക്കണത് തന്നെയാണ് ഏറ്റവും അഫ്ളലായ സ്വതക്ക എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കലിമത്തു തൗഹീദിൻ്റെ സാക്ഷ്യവാക്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. വ്രതത്തിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊന്നും ഒരുപക്ഷെ അവസരം കിട്ടാതെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരവരുടെ ഖബറുകളിലാണ്. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ അവർക്ക് വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അള്ളാഹു മഗ്ഫിറത്തിനെ കൊടുക്കുമാറാകട്ടെ. മഹാരോഗങ്ങളുടെ പിടിയിലമർന്നവർക്ക് അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനത്തെ കൊടുക്കുമാറാകട്ടെ. അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഏറ്റവും ഖൈർ എന്താണോ ആ ഖൈറിനെ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിനും തോബക്കും അവസരം കിട്ടി. ആളുകളോട് പറയാനും സംസാരിക്കാനുമുള്ളതൊക്കെ നിർവഹിക്കാനുള്ള നേരം കിട്ടി. അങ്ങനെ അങ്ങോട്ട് ശ്വാസം നിലച്ച് മരിച്ചു വീഴുന്ന നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ജീവിതം അവസാനിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരസ്പരമുള്ള മനസ്സിലെ എല്ലാ പകകളെയും വിദ്വേഷങ്ങളെയും എടുത്തു വെക്കാനും പരസ്പരം പൊറുക്കാനും മറക്കാനുമുള്ള മനസ്സ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു അതിൽ സ്വബറിനെയും അതിൽ നിന്നുള്ള മോചനത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയ മക്കളുള്ളവരുണ്ട്. അവർക്ക് അള്ളാഹു വിവാഹത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളെക്കുറിച്ച് വേദനകളും നൊമ്പരങ്ങളും കടിച്ചമർത്തുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ അള്ളാഹു അവർക്ക് ശമനത്തെയും ആശ്വാസത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്തിനെയും നന്മയെയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളുടെ ചികിത്സയുടെ കാര്യത്തിൽ തുടർ ചികിത്സകൾ നിരന്തരം ആവശ്യമായി വരുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു ആ രോഗങ്ങളിൽ നിന്ന് മക്കൾക്ക് മോചനം കിട്ടുന്നത് കാണാനുള്ള ആശ്വാസത്തെയും സന്തോഷത്തെയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെമ്പാടും ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനസഞ്ചയങ്ങൾക്ക് അള്ളാഹു ഏറ്റവും ശക്തമായ ആശ്വാസത്തിൻ്റെ ദിനങ്ങളെ കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണുകളെ അള്ളാഹു അവർക്ക് തിരിച്ചേൽപ്പിക്കുമാറാവട്ടെ. ജിഹാദിൻ്റെ അടർക്കരങ്ങളിൽ അവർക്ക് അള്ളാഹു കരുത്ത് നൽകുമാറാകട്ടെ. നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദന ഒരിക്കലും അള്ളാഹു അവർക്ക് നൽകാതെ കരുത്തുള്ള ഈമാനിൻ്റെ ഹൃദയത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജയിലിലടക്കപ്പെട്ട വളരെ കുറ്റാരോപണങ്ങൾ നടത്തി ജയിലിലടക്കപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു അവർക്ക് മനക്കരുത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.